ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഒരു ചെറിയ പ്രാർത്ഥനയോടെ ഈ ക്ലാസ് ആരംഭിക്കാം. നമുക്ക് നമ്മുടെ കൈകൾ കൂപ്പാം, കണ്ണുകളടയ്ക്കാം. വിശുദ്ധ കുർബാനയിലൂടെ തന്നെ പകുത്തു നൽകി ഞങ്ങളെ സ്നേഹിക്കുന്ന കാരുണ്യവാനായ ഈശോയെ, അങ്ങയുടെ വിശുദ്ധ കുർബാനയെക്കുറിച്ച് ആഴത്തിൽ അറിഞ്ഞ് ബോധ്യത്തിൽ അത് അർപ്പിക്കുവാൻ ഞങ്ങൾ ഒരുങ്ങുമ്പോൾ ഈ പാഠഭാഗത്തിലൂടെ ഞങ്ങൾക്ക് നല്ല ബോധ്യങ്ങൾ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനാവശ്യമായ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനവും അറിവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങനെ ഈ ക്ലാസ്സിലൂടെ ബോധ്യത്തിലേക്ക് വളരുവാൻ, സ്നേഹത്തിലേക്ക് വളരുവാൻ, സമർപ്പണത്തിലേക്ക് വളരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. സ്നേഹമുള്ളവരെ, നമ്മൾ വിശുദ്ധ കുർബാനയെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ്. നമുക്കറിയാം, നമ്മൾ ഇന്ന് 7ാമത്തെ പാഠത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. നമുക്ക് ആദ്യം ഒരു വീഡിയോ കണ്ടിട്ട് തുടങ്ങാം. നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചേ. ധൂർത്തപുത്രന്റെ ഉപമയിൽ പശ്ചാത്തപിച്ച് തിരിച്ചു വരുന്ന മകനെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. പിതാവിന്റെ പക്കലേക്ക് തിരിച്ചു വന്ന മകൻ തകർന്ന ഹൃദയത്തോടെ പറഞ്ഞു, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുൻപിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല. മനസ്തപിച്ചു തിരിച്ചു വന്ന പുത്രനെ പിതാവ് എല്ലാം മറന്ന് സ്വീകരിച്ചു. അവൻ നഷ്ടപ്പെടുത്തിയ പുത്രസ്ഥാനം അവന് വീണ്ടും നൽകി. അതിന്റെ അടയാളമായി അവനെ കുളിപ്പിച്ച് നല്ല വസ്ത്രങ്ങളും മോതിരവും അണിയിച്ചു. അവനായി വിരുന്നൊരുക്കി. എല്ലാവരും അവന്റെ തിരിച്ചു വരവിൽ ആഹ്ലാദിച്ചു. നമുക്കറിയാം, നമ്മുടെ എല്ലാം മനസ്സിനെ ഒത്തിരി സ്വാധീനിച്ചിരിക്കുന്ന വീഡിയോയാണിത്. ഇതെന്തിനെക്കുറിച്ചായിരുന്നു പറയുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. ധൂർത്തപുത്രൻ്റെ ഉപമ. ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ഒരു സുപ്രധാന കഥാകൃത്താണ് ചാൾസ് ഡിക്കൻസ്. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ ചോദിച്ചു, അങ്ങ് വലിയൊരു ചെറുകഥാകൃത്താണ്, അങ്ങ് വായിച്ചിരിക്കുന്നത് ഏറ്റവും മനോഹരമേറിയ ചെറുകഥയൊന്ന് ഏതെന്ന് വ്യക്തമാക്കാമോ? ആ സമയം ഡിക്കൻസ് യാതൊരു സംശയവും കൂടാതെ പറയുന്നുണ്ട്, ധൂർത്തപുത്രൻ്റെ ഉപമയാണ്. പ്രിയമുള്ള കൂട്ടുകാരെ, നമുക്ക് ഈ ഉപമയുടെ ഭാഗം, അതിൻ്റെ കൊച്ചു ഭാഗം മാത്രം ഇപ്പോൾ വിശുദ്ധ ബൈബിളിൽ നിന്നൊന്ന് വായിച്ച് കേൾക്കാം. നമുക്ക് എല്ലാവർക്കും ബൈബിളൊന്ന് എടുക്കാം. എന്നിട്ട് അച്ഛൻ വായിക്കുന്നതിൻ്റെ കൂടെ നിങ്ങളും വായിച്ച് ശ്രദ്ധിച്ച് പോരണം. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 15-ാം അധ്യായം 18 മുതലുള്ള തിരുവചനങ്ങൾ. ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും. ഞാൻ അവനോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായും നിൻ്റെ മുൻപിലും ഞാൻ പാപം ചെയ്തു. നിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ ഇനി യോഗ്യനല്ല. നിൻ്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു. ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു. അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. മകൻ പറഞ്ഞു, പിതാവേ, സ്വർഗത്തിനെതിരായും നിൻ്റെ മുൻപിലും ഞാൻ പാപം ചെയ്തു. നിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ ഇനി യോഗ്യനല്ല. പിതാവാകട്ടെ തൻ്റെ ദാസരോട് പറഞ്ഞു, ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ. ഇവൻ്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവിൻ. കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ. നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം. എൻ്റെ ഈ മകൻ മൃതനായിരുന്നു, അവനിതാ വീണ്ടും ജീവിക്കുന്നു. അവൻ നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു. അവർ ആഹ്ലാദിക്കുവാൻ തുടങ്ങി. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. പ്രിയമുള്ള കൂട്ടുകാരെ, നമ്മൾ ഇന്ന് വിശുദ്ധ കുർബാനയിൽ പഠിക്കുവാൻ പോകുന്നത് അനുരഞ്ജന ശുശ്രൂഷയെക്കുറിച്ചും ദൈവൈക്യ ശുശ്രൂഷയെക്കുറിച്ചും സമാപന ശുശ്രൂഷയെക്കുറിച്ചുമാണ്. നമുക്കറിയാം, വിശുദ്ധ കുർബാനയിൽ എത്ര ഭാഗങ്ങളുണ്ട്? നിങ്ങൾ നന്നായി പഠിച്ചിട്ട് വരുന്നു, മിടുക്കര് പിള്ളേർ. 7 ഭാഗങ്ങൾ. ഒന്നാമത് ആമുഖ ശുശ്രൂഷ, രണ്ടാമത് വചന ശുശ്രൂഷ, മൂന്നാമത് ഒരുക്ക ശുശ്രൂഷ, നാലാമത് അനാഫറ, അഞ്ചാമത് അനുരഞ്ജന ശുശ്രൂഷ, ആറാമത് ദൈവൈക്യ ശുശ്രൂഷ, ഏഴാമത് സമാപന ശുശ്രൂഷ. ഇന്ന് നമ്മൾ കണ്ടുമുട്ടുന്നത് എന്താണ് അനുരഞ്ജന ശുശ്രൂഷയെന്നും ദൈവൈക്യ ശുശ്രൂഷ എന്നുമാണ്. കൊണ്ട് നമുക്കിതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പരിശ്രമിക്കാം. നമ്മൾ ഈ വീഡിയോയിൽ കണ്ടതുപോലെ, ഈ വചനത്തിൽ കേട്ടതുപോലെ, ദൈവസ്നേഹത്തിൽ നിന്ന് ഓടിയകലുന്ന മക്കളെ തേടിയിരിക്കുന്ന ഒരു പിതാവ് എന്ന പോലെ നമ്മുടെ തിരിച്ചുവരവും നോക്കിയിരിക്കുന്ന സ്നേഹപിതാവിനെ നമ്മൾ ഇന്ന് അനുസ്മരിക്കുകയാണ്. അങ്ങനെ പിതാവ് നമ്മുടെ മടങ്ങിവരവിന് വേണ്ടി കാത്തിരിക്കുന്നു.
ഇതുപോലെ തന്നെയാണ് പറുദീസായിൽ ദൈവം മനുഷ്യന് ജന്മം നൽകി അവന് വേണ്ടതെല്ലാം നൽകി അവിടെ ആക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും കൂട്ടാക്കാതെ ആദ്യ മാതാപിതാക്കൾ ദൈവഹിതത്തിനെതിരെ പാപം ചെയ്യുന്നുണ്ട്. അവർ പാപം ചെയ്ത് പറുദീസ അവർക്ക് നഷ്ടമാകുന്നു. അവരെ വീണ്ടെടുക്കുവാൻ വേണ്ടി പിതാവായ ദൈവം സ്വന്തം പുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കുന്നുണ്ട്. ഈ പുത്രൻ ലോകത്തിലേക്ക് വന്ന് നമുക്കെല്ലാവർക്കും വേണ്ടി ബലിയർപ്പിക്കുന്നുണ്ട്. നമ്മൾ ഓർത്തു നോക്കിക്കേ, തന്നെ പകുത്തു നൽകിക്കൊണ്ട് ഒരു ബലിയായി, ഒരു വിരുന്നായി ഈശോ നമുക്ക് വേണ്ടി അർപ്പിച്ചു. ഈ വിരുന്നിലേക്കാണ്, വിശുദ്ധ കുർബാനയിലേക്കാണ് നമ്മൾ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ പാഠം നമ്മൾ പഠിക്കുമ്പം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട ആദ്യത്തെ ചിന്ത, വിശുദ്ധ കുർബാന ഒരു വിരുന്നാണ്. ഈ വിരുന്നിലേക്കാണ് ഞാൻ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഓർത്തേ, ഈ വിരുന്നിൽ, ഈ ബലിയിൽ നമ്മൾ പങ്കുചേരാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ ഒന്ന് ഒരുക്കുകയും ദൈവവുമായിട്ട് അനുരഞ്ജനപ്പെടുകയും ദൈവത്തോട് മാപ്പപേക്ഷിക്കുകയും കടങ്ങളുടെ പൊറുതി യാചിക്കുകയും ചെയ്യുന്നു. അതാണ് ദൈവൈക്യ ശുശ്രൂഷയുടെ പ്രതിപാദ വിഷയം. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ പാഠം പഠിക്കുമ്പം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടത്, വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ട മക്കളാണ് നമ്മൾ ഓരോരുത്തരും. ഈ വിരുന്നിൽ യോഗ്യതയോടെ പങ്കെടുക്കാൻ വേണ്ടി ഈശോയോടൊന്ന് അനുരഞ്ജനപ്പെടണം, ദൈവത്തോടൊന്ന് ഐക്യപ്പെടണം. ഇത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. എല്ലാവരും ഈ കാര്യം മനസ്സിലൊന്ന് കാത്തു സൂക്ഷിക്കുക. നമ്മൾ ഇന്ന് അനുരഞ്ജന ശുശ്രൂഷയെക്കുറിച്ച് കാണുവാൻ വേണ്ടി പോവുകയാണ്. എന്തുകൊണ്ടാണ് അനുരഞ്ജന ശുശ്രൂഷ നമ്മൾ ഇപ്രകാരം ആഘോഷപൂർവമായി വിശുദ്ധ കുർബാനയിൽ ആചരിക്കുന്നത്? അതിനൊരു ഉത്തരമേ ഉള്ളൂ. ഈശോയുടെ തിരുശരീര രക്തങ്ങൾ പകുത്തു നൽകി അത് നമ്മൾ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അത് യോഗ്യതയോടുകൂടി സ്വീകരിക്കാൻ വേണ്ടി ഉള്ള നമ്മുടെ ഒരുക്കത്തിൻ്റെ ഭാഗമായി നമ്മൾ ദൈവത്തോട് നടത്തുന്ന ഒരു അനുരഞ്ജനം, ദൈവത്തോട് നടത്തുന്ന ഒരു സമരസപ്പെടൽ, ഇതാണ് ഇതിൻ്റെ അന്തസത്ത. അതുകൊണ്ട് അനുരഞ്ജന ശുശ്രൂഷയിൽ ദൈവവുമായിട്ട് നമുക്കൊരു അടുപ്പമുണ്ടാകുന്നു, ഒരു ഐക്യമുണ്ടാകുന്നു. നഷ്ടപ്പെട്ടു പോയ സ്നേഹബന്ധത്തിലേക്ക് നമ്മളെ തന്നെ ഒന്ന് വിളക്കി ചേർക്കുന്നു. പ്രിയമുള്ള കൂട്ടുകാരെ, 3 കർമാനുഷ്ഠാനങ്ങളാണ് അല്ലെങ്കിൽ 3 പ്രാർത്ഥനകളാണ് നമ്മളിവിടെ ശ്രദ്ധിക്കുന്നത്. ഏതാണ് ആദ്യത്തെ പ്രാർത്ഥന? ഒന്നാമത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത് സ്വർഗവാസികളുടെ സമാധാനവും ഭൂവാസികളുടെ പ്രത്യാശയുമായ മിശിഹായി എന്ന് പറഞ്ഞ് വൈദികൻ ആരംഭിക്കുന്ന ഒരു രഹസ്യ പ്രാർത്ഥനയാണ് ഈ അനുരഞ്ജന ശുശ്രൂഷയുടെ ആദ്യ ഭാഗത്ത് നമ്മൾ കാണുന്നത്. ശേഷം നമ്മൾ കാണുന്നത് മനോഹരമായ ഒരു സങ്കീർത്തനമാണ്, അനുരഞ്ജന സങ്കീർത്തനം. പിതാവേ, ഞാൻ പാപിയാണ്, എന്നോട് കരുണയായിരിക്കണമേ എന്ന് ദാവീദ് അനുതാപത്തോടെ പ്രാർത്ഥിക്കുന്നത് പോലെ നമ്മളും ആ ഒരു തികഞ്ഞ മനസ്സോടെ, സമർപ്പണ മനോഭാവത്തോടെ, അനുതാപത്തോടെ ദൈവത്തിൻ്റെ മുൻപിൽ പറയുകയാണ്, ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ എന്ന്. ഈ മൂന്നാമതായിട്ട് നമ്മൾ കണ്ടുമുട്ടുന്നത് ഒരു ധൂപാർപ്പണമാണ്. വൈദികൻ തൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയും ശുശ്രൂഷകരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയും ജനത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടിയും ബലിവസ്തുക്കളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയും ധൂപാർപ്പണം നടത്തുന്ന മനോഹരമായ കാഴ്ച വിശുദ്ധ ബലിയർപ്പണത്തിലെ ഹൃദയകാരിയാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഈ അനുരഞ്ജന ശുശ്രൂഷയിൽ പങ്കുചേരുമ്പം കുട്ടികളായ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പാപങ്ങളെ ഓർത്ത്, നമ്മുടെ കുറവുകളെ ഓർത്ത് ദൈവത്തോട് മാപ്പ് ചോദിക്കണം. അതുകൊണ്ട് നമുക്ക് ഏറ്റവും സജീവമായിട്ട് അനുതാപമൂർന്ന ഹൃദയത്തോടെ പങ്കെടുക്കേണ്ട ഭാഗമാണ്. നിങ്ങളാരും അത് മറന്നു പോകരുത്. ഇനി നമ്മൾ മുൻപോട്ട് കടന്നു പോകുമ്പം നമ്മൾ ഈ അനുരഞ്ജന ശുശ്രൂഷയുടെ ബാക്കിയായി കണ്ടുമുട്ടുന്നൊരു ഭാഗമാണ് വിഭജന ശുശ്രൂഷ. വിശുദ്ധ കുർബാനയുടെ പാപമോചക സ്വഭാവം നമ്മളെ പഠിപ്പിക്കുന്ന ഭാഗമാണ് ഈ വിഭജന ശുശ്രൂഷ. നിങ്ങൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ശ്രദ്ധിക്കണം. വിശുദ്ധ കുർബാനയിൽ വൈദികൻ മദ്ബഹയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് മക്കൾ ഇത് കാണണമെന്ന് നിർബന്ധമില്ല. എങ്കിലും ഇവിടെ നടത്തുന്ന 3 കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ടാകണം. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ കാണുന്ന ഈ ചിത്രത്തിലേക്ക് നോക്കിക്കേ. ഇവിടെ കാണാം, വൈദികൻ വിശുദ്ധ കുർബാന എടുത്തുയർത്തി പിടിച്ചിരിക്കുന്നു. അത് പിന്നീട് 2ആയി മുറിക്കുന്നു, അത് റൂഷ്മ ചെയ്യുന്നു, അവസാനമായിട്ട് അത് കൂട്ടിച്ചേർത്ത് പിടിക്കുന്നു. എന്താണ് ഇതിന് ഓരോന്നിനും പ്രതീകമായ ഒരു അർത്ഥമുണ്ട്. നമുക്കിതൊന്ന് ലളിതമായി മനസ്സിലാക്കാം. ഉയർത്തിപ്പിടിക്കുന്നതിലൂടെ ഈശോ നമ്മളോട് പറയുകയാണ്, ഈശോ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, നമ്മുടെ തെറ്റുകൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചു എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു.
ഇതാ വൈദികൻ അടുത്തതായിട്ട് ഈ വിശുദ്ധ കുർബാന രണ്ടും ഒന്ന് വിഭജിക്കുക. എന്തിനു വേണ്ടിയാണ് ഇത് മുറിക്കുന്നത്? കാസയുടെ മുകളിൽ വെച്ച് ഇത് മുറിക്കുന്നതിലൂടെ കുരിശുമരണം വരിച്ച ഈശോയെ നമ്മൾ അനുസ്മരിക്കുകയാണ്. ഈ തിരുശരീരങ്ങൾ ലോകത്തിന് വേണ്ടി പകുത്തു നൽകുന്ന ഈശോയെ നമ്മളിവിടെ കാണുകയാണ്. വീണ്ടും ഇത് കൂട്ടിയോജിപ്പിച്ച് പിടിക്കുന്നുണ്ട്. നമുക്കറിയാം, ശരീരത്തിൽ നിന്ന് ആത്മാവ് പിരിഞ്ഞ് നമുക്ക് വേണ്ടി ലോകത്തിൽ മരിച്ച ഈശോ വീണ്ടും ആത്മാവ് ശരീരത്തിലേക്ക് കടന്നു വന്ന് ശരീരവും ആത്മാവും ഒന്നായി ചേർന്ന് ഉദ്ധാനം വരിച്ചിരിക്കുന്നു. നമുക്ക് വേണ്ടി ഈശോ വീണ്ടും ഉദ്ധാനം ചെയ്തു. മക്കളെ, എത്ര മനോഹരമായിട്ടാണ് വിശുദ്ധ കുർബാനയിലെ ഈ ഭാഗങ്ങൾ നമുക്ക് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മൾ ഈ സമയം ഈ വിശുദ്ധ കുർബാനയുടെ ഈ ഭാഗത്ത് പങ്കുചേരുമ്പം നമ്മൾ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കേണ്ടത്, എനിക്ക് വേണ്ടി മരിച്ച ഒരു ഈശോയുണ്ട്, എനിക്ക് വേണ്ടി ഉദ്ധാനം ചെയ്ത ഒരു ഈശോയുണ്ട്, എനിക്ക് വേണ്ടി പകുത്തു നൽകുന്ന ഒരു ഈശോയുണ്ട്. ഈശോയെ, നിൻ്റെ കൂടെ ജീവിക്കാൻ, നിനക്ക് വേണ്ടി എൻ്റെ ജീവിതത്തിൽ പലതും നഷ്ടപ്പെടുത്താനൊക്കെ കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് ഏറ്റവും ശ്രദ്ധയോടെ, വിശുദ്ധിയോടെ, ശ്രേഷ്ഠതയോടെ പങ്കുചേരേണ്ട ഒരു ഭാഗമാണ് നമ്മൾ വിഭജന ശുശ്രൂഷ. വിഭജന ശുശ്രൂഷയുടെ അവസാന ഭാഗത്ത് നമ്മൾ കണ്ടുമുട്ടുന്നത് പൗലോസ്ലീഹായുടെ ഒരു ആശംസയാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന. പ്രിയമുള്ളവരെ, ഈ കാനോന പ്രാർത്ഥനയിലൂടെ നമ്മൾ അർത്ഥമാക്കുന്നത്, നമ്മൾ സ്വർഗീയ ദർശനത്തിന് തത്തുല്യമായ ഒരു അവസരത്തിൽ ഇവിടെ എത്തി നിൽക്കുകയാണ്. നമുക്ക് ഈ സ്വർഗീയ ദർശനം ലഭിക്കുന്നതിൻ്റെ മുന്നൊരുക്കമായിട്ട് നമ്മൾ ഇതിവിടെ ആസ്വദിക്കുകയാണ്. ഈ ഒരു വലിയ അനുഭവത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ ബലിയർപ്പണത്തിൽ പങ്കുചേരുന്നത്. അതുകൊണ്ട് ഈ നിമിഷം നമുക്ക് ഓരോരുത്തർക്കും സഭയോട് ചേർന്ന് വിശ്വാസ സമൂഹത്തിന് ലഭിക്കാനിരിക്കുന്ന സ്വർഗീയ ദർശനത്തെക്കുറിച്ച് ധ്യാനിച്ച് ഈ അനുഭവത്തിനായിട്ട് ആഗ്രഹിച്ച് മുൻപോട്ട് പോകാം. അടുത്തതായി നമ്മൾ കാണുന്നത് അനുരഞ്ജന കാറോസോസയാണ്. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിനുള്ള അടുത്ത ഒരുക്കമാണ് അനുരഞ്ജന കാറോസോസ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് എല്ലാവരും ഉത്തരം പറയണം. ആരാണ് ഈ അനുരഞ്ജന കാറോസോസ നടത്തുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മിടുക്കര് പിള്ളേർ, ശുശ്രൂഷികളാണ് ഈ അനുരഞ്ജന കാറോസോസ നടത്തുന്നത്. ഈ അനുരഞ്ജന കാറോസോസയിൽ നമ്മളോട് പറഞ്ഞു തരുന്ന രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ നമുക്ക് യോഗ്യതയുണ്ടാകാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. രണ്ടാമതായിട്ട് നമ്മളോട് എപ്രകാരമാണ് നമ്മളിത് യോഗ്യതയോടെ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങണമെന്ന് നമ്മളെ ഉദ്ബോധിപ്പിക്കുകയാണ്. നമുക്ക് എന്തൊക്കെ യോഗ്യതയുണ്ടായിരിക്കണം, എപ്രകാരം നമ്മൾ ഒരുങ്ങണം, ഇതാണ് നമ്മളെ അനുസ്മരിപ്പിക്കുന്നത്. ഇവിടെ അച്ഛൻ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് തരികയാണ്. അതിപ്രകാരമാണ്: അനുരഞ്ജന കാറോസോസയിൽ നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒരു 6 കാര്യങ്ങളെക്കുറിച്ച് ഈ കാറോസോസയിൽ പറയുന്നുണ്ട്. നിങ്ങളത് ഒരു പേപ്പറിൽ എഴുതി നിങ്ങളുടെ അധ്യാപകർക്ക് നൽകണം. നിങ്ങളത് ചെയ്യുമെന്ന് എനിക്കറിയാം. നിങ്ങൾ നല്ല മിടുക്കര പിള്ളേരാണ്. എല്ലാവരും ഈ ക്ലാസ്സിൽ സജീവതയോടെ പങ്കുചേരുന്നു. നമ്മൾ ഇനി കണ്ടുമുട്ടുന്നത് ദൈവ ഐക്യ ശുശ്രൂഷയെക്കുറിച്ചാണ്. എന്താണ് ദൈവ ഐക്യ ശുശ്രൂഷ? വിശുദ്ധ കുർബാന സ്വീകരണം വഴി ഈശോയോട് നമ്മൾ നടത്തുന്ന ഐക്യപ്പെടലിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, വിശുദ്ധ കുർബാനയുടെ എല്ലാ ഭാഗങ്ങളും നമ്മളെ നയിക്കുന്നത് എങ്ങോട്ടാണ്? ഈ വിശുദ്ധ കുർബാന സ്വീകരണത്തിലേക്കാണ്. അതുകൊണ്ട് നമുക്ക് ദൈവ ഐക്യ ശുശ്രൂഷയിലെ ബാക്കി ഭാഗങ്ങൾ, കർമാനുഷ്ഠാനങ്ങൾ എന്തെന്നൊന്ന് കാണാൻ വേണ്ടി പരിശ്രമിക്കാം. നമ്മൾ ദൈവ ഐക്യ ശുശ്രൂഷയിൽ കണ്ടുമുട്ടുന്നത് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയാണ്. നമ്മൾ ചിന്തിക്കണം, നമ്മൾ അനുരഞ്ജന ശുശ്രൂഷയിലൂടെ കടന്നു വന്നു, ദൈവവുമായിട്ടൊരു ഐക്യപ്പെടൽ നമ്മുടെ ജീവിതത്തിൽ സാധിച്ചു. പിന്നെ എന്തിനാ നമ്മൾ വീണ്ടും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന നടത്തുന്നത്? നമുക്കറിയാം, നമ്മൾ പാപമോചനം സ്വീകരിക്കുകയും പാപത്തെ വിട്ടുപേക്ഷിച്ച് നന്മയുടെ വഴിയിലൂടെ നടക്കുമെന്ന് തീരുമാനമൊക്കെ എടുത്തവരാണ്. പക്ഷേ നമുക്കറിയാലോ, നമ്മളെല്ലാവരും മനുഷ്യരാണ്, കുറവുള്ളവരാണ്. നമ്മൾ ഈ സമയം പ്രാർത്ഥിക്കുകയാണ്: ദൈവമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. മനുഷ്യൻ്റെ ബലഹീനതകളെ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവത്തോട് ഞങ്ങളെ ഒരിക്കലും പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ള മക്കളെ, നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരണത്തോടടുക്കുമ്പം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ പ്രാർത്ഥനയാണ്: ഈശോയെ, ഞാൻ ഈ ബലിയെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നേ, പ്രലോഭനം എൻ്റെ ജീവിതത്തിൽ കാണും, അതൊരിക്കലും എന്നെ അടിമപ്പെടുത്തരുത്. ഈശോയെ, നീ എൻ്റെ കൂടെ ഉണ്ടാവണം. ഈ ഒരു ബോധ്യത്തോട് വേണം നമ്മൾ ഈ
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന നമ്മുടെ കുർബാന മധ്യേ ചൊല്ലുവാൻ വേണ്ടി. ഇനി നമ്മൾ കണ്ടുമുട്ടുന്നത് വിശുദ്ധ കുർബാന സ്വീകരണത്തിനുള്ള ആഹ്വാനമാണ്. നമുക്കറിയാം, ഈ ആഹ്വാനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു സമാധാനാശംസ നൽകുന്നുണ്ട്. ജീവൻ്റെ അപ്പമായ മിശിഹായെ നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ്. നമുക്കറിയാം, ജീവൻ്റെ അപ്പമായ ഈശോയെ, സമാധാനത്തിൻ്റെ ദൂതനായ ഈശോയെ, ശാന്തിയുടെയും സമാധാനത്തിൻ്റെ പ്രതീകമായ ഈശോയെ നമ്മൾ സ്വീകരിക്കുന്നതിലൂടെ ലോകത്തിന് മുഴുവൻ സമാധാനം നൽകുവാനുള്ള വലിയ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുകയാണ്. ഇതാണ് ഈ സമാധാനാശംസ വഴി നമുക്ക് പകർന്നു കിട്ടുന്ന വലിയ ബോധ്യം. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാനിരിക്കുന്ന മിശിഹായെ നാഥനും രക്ഷകനുമായിട്ട് നമ്മൾ സ്വീകരിക്കണമെന്ന് ഈ സമാധാനാശംസ നമ്മളെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്ത കർമാനുഷ്ഠാനം, ഈ ദൈവൈക്യ ശുശ്രൂഷയിലെ അടുത്ത കർമാനുഷ്ഠാനമാണ് ത്രിത്വേക ദൈവത്തിൻ്റെ പരിശുദ്ധിയിലുള്ള പങ്കുചേരൽ. നമുക്കറിയാം, ത്രിത്വേക ദൈവത്തോട് വിശുദ്ധ കുർബാന സ്വീകരണം വഴി നമ്മൾ ഏറ്റവും അടുത്താണിരിക്കുന്നത്. പരിശുദ്ധനായ പിതാവിനോടും പരിശുദ്ധനായ പുത്രനോടും പരിശുദ്ധനായ പരിശുദ്ധാത്മാവിനോടും നമ്മളെ തന്നെ കൂട്ടിയോജിപ്പിക്കുന്ന, നമ്മളെ തന്നെ ഒന്നിച്ചു ചേർക്കുന്ന സുന്ദര നിമിഷമാണ് വിശുദ്ധ കുർബാന സ്വീകരണം. ഇത് ദൈവത്തിൻ്റെ വലിയ കൃപയാണ്. നമുക്കറിയാം, നമ്മൾ ത്രിത്വേക ദൈവത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ത്രിത്വേക ദൈവത്തിനുള്ള വലിയ സമർപ്പണം ഇവിടെ നടത്തുന്നത്. അതുകൊണ്ട് വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു എന്നുള്ള പ്രാർത്ഥന ഇത് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പിതാവ് പരിശുദ്ധനാണ്, പുത്രൻ പരിശുദ്ധനാണ്, പരിശുദ്ധാത്മാവ് പരിശുദ്ധനാണ്. ഇതുപോലെ ഇവരോട് കൂടിച്ചേരുന്നത് വഴി ബലഹീനനും പാപിയുമായ ഞാനും പരിശുദ്ധിയിലേക്ക് വിളിക്കപ്പെടുന്നു എന്ന് മക്കളെ നമ്മൾ ഓരോരുത്തരും ഈ വിശുദ്ധ കുർബാന അർപ്പണ സമയത്ത് മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ പ്രാർത്ഥന ചെല്ലുമ്പം കുട്ടികളായി നമ്മൾ ഏതു മനോഭാവത്തോടെ ഇരിക്കണമെന്ന് ചോദിച്ചാൽ, ദൈവമേ, ഞാൻ ഈ കുർബാന സ്വീകരിക്കാൻ അത്രമേൽ ഒരുക്കത്തോടെ കടന്നു വരണം. കാരണം പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കൂട്ടായ്മയിലേക്കാണ് ഞാൻ ക്ഷണിക്കപ്പെടുന്നത് എന്നുള്ള വലിയ ബോധ്യത്തോടെ ആയിരിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും വേണം. തുടർന്ന് നമ്മൾ കാണുന്നത് വിശുദ്ധ കുർബാന സ്വീകരണത്തെക്കുറിച്ചാണ്. വിശുദ്ധ കുർബാന സ്വീകരണം വലിയ ദൈവകൃപയുടെ ഭാഗമാണ്. ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ കാരുണ്യമാണ് നമ്മളെ ഈ വിശുദ്ധ കുർബാന സ്വീകരണത്തിനായിട്ട് ക്ഷണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വിശുദ്ധ കുർബാന സ്വീകരണത്തിനായി നിങ്ങൾ വൈദികൻ നിങ്ങളുടെ മുൻപിൽ എത്തുന്നത് കാത്തു നിൽക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, ദൈവമേ, നിൻ്റെ കൃപയാണ് എൻ്റെ കൈകളിലേക്ക്, എൻ്റെ നാവിലേക്ക്, എൻ്റെ ഹൃദയത്തിലേക്ക് ഈ നിമിഷം കടന്നു വരുന്നത്. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഉള്ളിലേക്ക് നീ കൃപയായി നിറയണമേ എന്നുള്ള വലിയ ബോധ്യമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഇതുകൊണ്ടാണ് ബലിയായ വിരുന്നായ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പം എല്ലാവരും വിശുദ്ധ കുർബാന സ്വീകരിക്കണമെന്ന് പറയുന്നത്. നിങ്ങൾ ഓർത്ത് നോക്കിയേ, നിങ്ങളെ ഒരു വിവാഹ വിരുന്നിനെ ക്ഷണിച്ചിട്ട് നിങ്ങളെല്ലാം കണ്ടിട്ട് ആരെങ്കിലും സദ്യ ഉണ്ണാതെ പോന്നാൽ ആ വിവാഹം പൂർത്തിയാവുമോ? ഇല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് പൂർത്തിയാകണമെങ്കിൽ നമ്മൾ ആ വിവാഹ സദ്യ കൂടി കഴിക്കണം. അതുകൊണ്ട് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, പൂർണ്ണ ബോധ്യത്തോടെ വിശുദ്ധ കുർബാന സ്വീകരണം നമ്മൾ നടത്തണം. ഇത് ദൈവത്തിൻ്റെ കൃപയാണ്. ഈ കൃപയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരണത്തിൽ പങ്കുചേരാൻ. അതുകൊണ്ട് നമ്മൾ ഇനി മുതൽ കൂടുന്ന പരിശുദ്ധ കുർബാന അർപ്പണങ്ങളിൽ ഒരിക്കൽ പോലും വിശുദ്ധ കുർബാന സ്വീകരണം ഞാൻ മാറ്റി നിർത്തില്ല. നമ്മുടെ വിശുദ്ധ കുർബാന സ്വീകരണത്തിലേക്കാണ് ഇത് മുഴുവൻ ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ താല്പര്യത്തോടെ, കൂടുതൽ യോഗ്യതയോടെ, കൂടുതൽ പരിശുദ്ധിയോടെ വിശുദ്ധ കുർബാന സ്വീകരണം നടത്താൻ വേണ്ടി നമുക്ക് തയ്യാറാകാം. നമ്മൾ അവസാനമായി ഈ ഭാഗത്ത് കണ്ടുമുട്ടുന്നത് വിശുദ്ധ കുർബാനയുടെ ഫലങ്ങളെക്കുറിച്ചാണ്. നമ്മൾ ഇതുവരെ നടത്തിയ എല്ലാ പ്രാർത്ഥനകളിലും ഇത് കണ്ടിട്ടുണ്ട്. ആർക്കെങ്കിലും പറയാവോ നമ്മൾ വിശുദ്ധ കുർബാനയുടെ ഫലങ്ങൾ എന്താണെന്ന്? നിങ്ങളെല്ലാവരും പറയുന്നത് ശരി തന്നെ. എങ്കിലും നമുക്കിതൊരു 3-4 പോയിന്റുകളായിട്ടൊന്ന് വേഗം കാണാം. നിങ്ങളിതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം, മനസ്സിലാക്കണം, ഇത് നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കണം. 1, പാപങ്ങളുടെ മോചനമാണ് വിശുദ്ധ കുർബാനയുടെ ഫലങ്ങളിൽ ഒന്നാമത്തേത്. 2-മത്തേത് കടങ്ങളുടെ പൊറുതിയാണ്. 3-മത്തേത് നമുക്കിത് ദൈവിക ജീവൻ പ്രദാനം ചെയ്യുന്നു വിശുദ്ധ കുർബാന. 4-മതായിട്ട് മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയാണ്.
സ്വർഗരാജ്യത്തിൽ വിശുദ്ധരോടൊത്തുള്ള നവമായ ജീവിതത്തെ നമ്മൾ പ്രതീക്ഷിച്ചാണ് ഈ വിശുദ്ധ കുർബാന അർപ്പണത്തിൽ പങ്കുചേരുന്നതും വിശുദ്ധ കുർബാന സ്വീകരണം നടത്തുന്നതും. ഇനി അവസാനമായി ദൈവിക പരിശുദ്ധിയിലേക്ക് നമ്മളെ ഓരോരുത്തരെയും കൂട്ടിച്ചേർക്കുന്ന നിമിഷമാണ് ഈ വിശുദ്ധ കുർബാന അർപ്പണങ്ങൾ. അതുകൊണ്ട് നമ്മൾ വിശുദ്ധ കുർബാനയുടെ ഫലങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ ഇപ്രകാരം പാപങ്ങളുടെ മോചനവും കടങ്ങളുടെ പൊറുതിയും ദൈവിക ജീവനിലുള്ള പങ്കാളിത്തവും ഒപ്പം മരിച്ചവരുടെ ഉയിർപ്പിലുള്ള പ്രത്യാശയും സ്വർഗരാജ്യത്തിൽ നവമായ ഒരു ജീവിതത്തിൻ്റെ പ്രത്യാശയും നമ്മൾ കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ള മക്കളെ, ഇന്ന് നമ്മൾ കണ്ടുമുട്ടിയത് അനുരഞ്ജന ശുശ്രൂഷ എന്താണ്, വിഭജന ശുശ്രൂഷ എന്താണ്, ദൈവൈക്യ ശുശ്രൂഷ എന്താണ്. നിങ്ങൾക്കറിയാം, ഈ 3 ഭാഗത്തിലൂടെയും അനുരഞ്ജനപ്പെട്ട ഒരു മനസ്സോടെ, ദൈവത്തോട് ഐക്യപ്പെട്ട ഒരു മനസ്സോടെ, അവസാനമായി വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ നമ്മൾ ഈശോയോട് ഒന്നായിത്തീരണമെന്നുള്ള വലിയ ഒരു സന്ദേശമാണ്. നമുക്ക് ഈ പാഠം അവസാനിപ്പിക്കാൻ വേണ്ടി നമ്മൾ പോകുമ്പം നമ്മുടെ മനസ്സിൽ കൂടുതൽ താല്പര്യത്തോടെ, കൂടുതൽ ഒരുക്കത്തോടെ, കൂടുതൽ വിശുദ്ധിയോടെ വിശുദ്ധ കുർബാന അർപ്പണം ഞാൻ ഇനി മുതലുള്ള കുർബാനകളിൽ നടത്തുമെന്ന് നല്ല തീരുമാനമെടുക്കാം. അങ്ങനെ ഈശോയുമായിട്ട് ഐക്യപ്പെടുന്ന നല്ല മോനും മോളുമായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും മാറാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ വായിച്ച് മനഃപ്പാഠമാക്കേണ്ട വചനം നമ്മുടെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവരാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 54-ാം തിരുവചനം. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അതുകൊണ്ട് ഈ ഒരു വചനം നമ്മുടെ മനസ്സിൽ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. നമുക്കെല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചാലോ? നമ്മുടെ കൈകൾ കൂപ്പാം, കണ്ണുകൾ അടയ്ക്കാം. സ്നേഹനാഥനായ ഈശോയെ, അങ്ങയുടെ വിശുദ്ധ കുർബാന അർപ്പണത്തിൽ ഞങ്ങൾ പങ്കുചേരുമ്പോൾ അങ്ങയോടുള്ള അനുരഞ്ജനപ്പെടലിനെയും അങ്ങയോടുള്ള ഐക്യപ്പെടലിനെയും അതിലുപരി വിശുദ്ധ കുർബാന സ്വീകരണത്തെക്കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കുകയായിരുന്നു. ഈശോയെ, കൂടുതൽ യോഗ്യതയോടെ, കൂടുതൽ സ്നേഹത്തോടെ, കൂടുതൽ സമർപ്പണത്തോടെ അങ്ങേ ഓരോ വിശുദ്ധ കുർബാന അർപ്പണത്തിലും സ്വീകരിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകുന്നത്, ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കുന്നതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.